നിൽക്കുന്നത്. ഏറ്റവും ഒടുവിലെ കണക്കുകൾ അനുസരിച്ച് മണിക്കൂറുകൾ പിന്നിടുന്നു. ഏതാണ്ട് 6 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 35-ലേക്ക് പോളിംഗ് ശതമാനം എത്തുന്നു. രാവിലെ മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് ഇതുവരെയും സമാധാനപരമായാണ് മുന്നോട്ട് പോകുന്നത്. ഇരട്ട വോട്ടുകൾ ചലഞ്ച് ചെയ്യുമെന്ന് CPIM അറിയിച്ചിരുന്നതാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു വോട്ടറെ തടഞ്ഞ് സാഹചര്യം ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയമായ വൈരാഗ്യം എന്നാണ് നേരത്തെ ആ വോട്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം. പാലക്കാട് എന്തായാലും മികച്ച പോളിംഗ് ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് മുന്നണികൾ എല്ലാവരും വെച്ചു പുലർത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ആദ്യ മണിക്കൂറുകളിൽ വലിയ തരത്തിലുള്ള പോളിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ആദ്യത്തെ 73 കടക്കും, 2021 73 ഒപ്പം എത്തും, അല്ലെങ്കിൽ 70 കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും അവകാശപ്പെട്ടിരുന്നു. ഈ വോട്ട് അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ ബെൽറ്റിലുള്ള വോട്ടായിരിക്കില്ല ഇല്ലാതാകുക, ഞങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് കിട്ടുമെന്ന് UDF-ഉം BJP-യും ഒപ്പം LDF സ്ഥാനാർത്ഥിയും ഒക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പോളിംഗ് മന്ദഗതിയിലേക്കായി 10 മണിക്ക് ശേഷം. അതിൽ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പലയിടത്തും വോട്ടിംഗ് മന്ദഗതിയിലാകുന്നു, യന്ത്ര തകരാറുകളടക്കം സംഭവിക്കുന്നു. രാവിലെ 10 മണിക്കൊക്കെ വന്നവർ 1 മണി ആകുമ്പോൾ പോലും വോട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് നീണ്ട നിര ഈ വെയിലും. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവുണ്ടോ എന്ന സംശയമാണ് പലരും രേഖപ്പെടുത്തിയത്. ഒരു പക്ഷേ ഈ പോളിംഗിന്റെ ഉദ്യോഗസ്ഥരായി എത്തിയിട്ടുള്ളവരൊക്കെ ഇത്തരത്തിൽ അനുഭവ സമ്പത്തുള്ളവരാണോ എന്നതിൽ നമുക്കും വ്യക്തതയില്ല. കൃത്യമായ പരിശീലനമൊക്കെ നൽകിയതിനു ശേഷമാണ് ഇവർ ഈ ജോലിക്ക് എത്തുന്നത് എങ്കിൽ പോലും TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, തുടക്കത്തിൽ വലിയ ആവേശം നമ്മൾ കണ്ടതാണ്. പല ബൂത്തുകളിലും വോട്ടെടുപ്പ്, അതായത് മോക്ക് വോട്ടിംഗ് നടക്കുമ്പോൾ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയവർ ഉണ്ടായിരുന്നു. സരിനൊക്കെ വോട്ട് ചെയ്ത മണ്ഡലത്തിൽ ആ സമയത്ത് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ വലിയ നിര പ്രകടമായിരുന്നു. അത് പിന്നീട് കുറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലയിടത്തെങ്കിലും അല്ലെ, കണ്ണാടിയിൽ നിന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ വലിയ നിരയുണ്ട്. പ്രദേശങ്ങളിൽ മാത്രം കൂടുതൽ നിര കാണുന്ന ഒരു സാഹചര്യം, അവിടെയും ഇത് പലയിടത്തും സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് മുന്നണികളെ അല്പം ആശങ്കയിലാക്കിയിട്ടുണ്ടോ? ഈ 35% ഈ 1 മണി എന്ന് പറയുന്ന സമയത്ത് ശതമാനം നിൽക്കുന്നത്. സജിത്ത്, യഥാർത്ഥത്തിൽ ഇത് ഈ വോട്ടർമാർ എത്തുന്നതിൽ ഉണ്ടാകുന്ന ഒരു മാന്ദ്യം ഉണ്ടോ? ഈ ബൂത്തുകളുടെ തിരക്കിന് കാരണം ഈ ഉദ്യോഗസ്ഥരുടെ കാലതാമസമാണോ? അഭിലാഷ്, അപർണ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഗ്രാമനഗര വ്യത്യാസം പോളിംഗിൽ പ്രകടമാവുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ഞാൻ നിൽക്കുന്ന നഗരമേഖലകളിൽ പോളിംഗ് ശതമാനം കുറവാണ്. എന്ന് വെച്ചാൽ അത് വേണ്ടത്ര രീതിയിലേക്ക് പോളിംഗ് ശതമാനം എത്തുന്നില്ല എന്നതാണ്. അത് കഴിഞ്ഞ നാളുകളിലെ ട്രെൻഡിനൊപ്പം എത്തിയിട്ടില്ല എന്ന സൂചന രാഷ്ട്രീയ നേതൃത്വങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. 35% പോളിംഗ് എന്നത് 1 മണിക്കൂർ, 1 മണി എന്ന് പറയുന്നത് 6 മണിക്കൂർ പിന്നിട്ടു. പോളിംഗ് രാവിലെ ആരംഭിച്ച് 6 മണിക്കൂർ പിന്നിടുമ്പോഴാണ് 35%. അന്തിമമായ കണക്കിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോളിംഗ് ശതമാനത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ എത്തുമോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇനി അവശേഷിക്കുന്ന മണിക്കൂറുകളുടെ പോളിംഗ് നിർണായകമാണ്. അതായത് ഇനി 2 മണിക്കോ 3 മണിയോ ഒരു 1.5 മണിക്കൂർ സമയം വരെ കനത്ത പോളിംഗ് പ്രതീക്ഷിക്കുന്നില്ല. പോളിംഗിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. കാരണം ഉച്ചസമയമാണ്, ചൂടാണ്. അതിനുശേഷമുള്ള ഒരു 3:30 മുതൽ 6 മണി വരെയുള്ള പോളിംഗ് സമയത്ത് ശക്തമായ ഒരു പോളിംഗ് അനുഭവപ്പെട്ടില്ലെങ്കിൽ പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ച രീതിയിലേക്ക് ഉയരാനുള്ള സാധ്യതയില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ഗ്രാമമേഖലകളിൽ നേരത്തെ അരുണും ശ്രീജിത്തും ഒക്കെ പറഞ്ഞതുപോലെ ഗ്രാമമേഖലകളിൽ വലിയ തരത്തിലുള്ള പോളിംഗ് ഉച്ചസമയത്തും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ അതിന് മാറ്റമുണ്ടായേക്കാം. നഗരമേഖലകളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് അനുഭവപ്പെടുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ്. പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഇടത്താണ്. ഇവിടെ നമുക്ക് ഈ ചിത്രം കാണാം. ഒരു തിരക്കും അനുഭവപ്പെടുന്നില്ല. ആ തരത്തിൽ ഇവിടെ പോളിംഗ് അനുഭവപ്പെടുന്നില്ല. എന്തായാലും അത് ഈ ഒരു ബൂത്തിന്റെ മാത്രം ചിത്രമാവാം. നഗരമേഖലകളിലെ മറ്റ് ചിലയിടങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നതാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി പോളിംഗ് ശതമാനത്തിൽ ആളുകൾ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയില്ലെങ്കിൽ മാറ്റമുണ്ടാകും. 2 കാരണങ്ങളാണ്. ഒന്ന്, കാലാവസ്ഥ കൊണ്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെത്തണം. ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ഈ കഞ്ചിക്കോട് പോലെയുള്ള വ്യവസായ മേഖലകളിൽ ജോലി എടുക്കുന്നവരുണ്ട്. ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നവർ, അവര് ജോലിക്ക് പോയവരുണ്ട്. അവർ ഒരുപക്ഷെ തിരിച്ചെത്തി, രാവിലെ അവർ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ചെത്തിയാൽ ഒരുപക്ഷെ അവർ പോളിംഗിൽ പങ്കെടുക്കും. അങ്ങനെയെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ മാറ്റമുണ്ടാവും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് പോളിംഗ് ഉയരേണ്ട സാഹചര്യം. 75% കഴിഞ്ഞ ദിവസത്തെ കണക്ക്. ഇത്തവണ അത് 70% രേഖപ്പെടുത്തിയേക്കാം. കാരണം ഉപതെരഞ്ഞെടുപ്പാണ്, അതിന്റെ രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ പ്രചണ്ഡമായ പ്രചരണ സാഹചര്യത്തിൽ സ്വാഭാവികമായും 75% അതിന് മുകളിലേക്ക് ഉയരേണ്ടതാണ്. പക്ഷേ 70% ഉയർന്നാൽ അത് ഭേദപ്പെട്ട പ്രകടനം എന്ന തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ 70%-ലേക്ക് എത്തണമെങ്കിൽ
തീർച്ചയായും അങ്ങനെ മുന്നണികൾക്കൊരു പ്രതീക്ഷയുണ്ടാകും. അതോടൊപ്പം ഈ പാലക്കാട് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, അവിടെ എല്ലാ നേതാക്കളും നേരത്തെ തന്നെ എത്തിയിരുന്നു. അത് ഇടത് വലത് NDA വ്യത്യാസമില്ല. അങ്ങനെ കൃത്യമായ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വോട്ടർമാരുടെ പട്ടിക കൃത്യമായി തയ്യാറാക്കുന്നു. അങ്ങനെ ഇരട്ട വോട്ട് പോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ഇനിയുള്ള ഒരു സമയം വളരെ നിർണായകമല്ല. ഇപ്പോൾ തന്നെ സജിത്ത് സൂചിപ്പിക്കുന്നത് ഒരു നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിലൊക്കെ വോട്ട് കുറയുന്നു. അത് BJPയുടെ ഒരു പോക്കറ്റ് എന്ന് പൊതുവെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അതായത് ഗ്രാമങ്ങളെക്കാൾ നഗരങ്ങളിൽ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്ന അത് അനുകൂലമാകും. അപ്പോൾ അവിടെ വോട്ട് കുറവുണ്ട് എങ്കിൽ അവരെ കണ്ടെത്തുക, അവരെ പരമാവധി ബൂത്തിലേക്ക് എത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ടല്ലോ. ഇനിയുള്ള മണിക്കൂറുകൾ ആ നിലയിലായിരിക്കില്ല. അത് BJPക്ക് മാത്രമല്ല CPM-നാണെങ്കിലും എല്ലാവർക്കും. സജിത്തിനോട് തന്നെയാണ് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, BJP ബെൽറ്റ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും വോട്ട് കുറയുക എന്നുള്ളൊരു കാര്യം സജിത്തിനോട് തന്നെയാണല്ലോ പറഞ്ഞത്. ആ തരത്തിലൊക്കെ വിലയിരുത്തണോ ഇപ്പോ? അത് പ്രധാന നിരീക്ഷണമാണ്. അതായത് നഗരമേഖലകളിൽ വോട്ട് പോളിംഗ് കുറഞ്ഞാൽ അത് BJPയുടെ നഷ്ടം എന്നതാണ് പൊതുവിൽ പറഞ്ഞു വരുന്ന ഒരു കാഴ്ചപ്പാട്. പക്ഷേ അത് എത്ര കണ്ട് വസ്തുതാപരമാണ് എന്ന കാര്യത്തിൽ സംശയം കൂടിയുണ്ട്. കാരണം ഈ നഗരസഭ BJP ഭരിക്കുന്നു, അതുകൊണ്ടാണ് നഗരമേഖലയിലെ BJP വോട്ടുകൾ BJPയുടെ നഷ്ടമായി കണക്കുകൂട്ടുമെന്ന് കരുതുക. പക്ഷേ ആ പോളിംഗ് കുറയുന്നത് നഗരമേഖലകളിൽ തന്നെ ഏതൊക്കെ ഇടങ്ങൾ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്തായാലും ആ തരത്തിലൊരു കണക്കെടുക്കാൻ നമുക്ക് ഇപ്പോൾ കഴിയുന്നില്ല. പക്ഷേ നഗരത്തിൽ പൊതുവിൽ പോളിംഗ് കുറയുന്നുണ്ട് എന്നാണ് സാഹചര്യം. അത് BJPക്ക് നഷ്ടമുണ്ടാക്കുമോ എന്ന കാര്യത്തിൽ ആ തരത്തിലൊരു വിലയിരുത്തലേക്ക് പോകാൻ സമയമായിട്ടില്ലെന്ന് വേണം കരുതാൻ. ശരിയാണ്, അത് സജിത്ത് പറഞ്ഞതും. അതായത് നഗരത്തിൽ വോട്ട് കുറഞ്ഞാൽ അതിപ്പോൾ BJPക്ക് എന്ന് ഉറപ്പിക്കാവുന്ന കുറെ അധികം വോട്ടുകൾ അവിടെ ഉണ്ടാകും. അത് BJPക്ക് അറിയാം. ആ വോട്ടുകൾ തന്നെയാണോ കുറഞ്ഞത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് വരും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. VV അരുൺ കണ്ണാടി പഞ്ചായത്തിലെ മണ്ഡലത്തിൽ നിന്നും തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നതെന്ന് കരുതുന്നു. നേരത്തെ ചെറിയ ഇരട്ട വോട്ട് വിഷയത്തിൽ ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായി. അപ്പോഴും ആൾക്കാരുടെ ഒരു പ്രാതിനിധ്യമൊക്കെ ഉണ്ടായിരുന്നു. അരുൺ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഏത് തരത്തിലാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത്? അപർണ, കണ്ണാടി പഞ്ചായത്തിൽ ABUP സ്കൂൾ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു അപ്ഡേഷൻ കൂടി തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്ക് വന്നിട്ടുണ്ട്. ഔദ്യോഗികമായി 38.47. സാധാരണഗതിയിൽ 50 ആകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ 1 മണി കഴിയുമ്പോഴും 38.47 ഏറ്റവും അവസാനം പുറത്തു വന്ന ഔദ്യോഗിക കണക്ക്. ഇവിടെ കണ്ണാടി പഞ്ചായത്തിൽ രാവിലെ മുതൽ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോഴാണ് ആള് വലിയൊരു ക്യൂ ഇല്ലാതെ പോയത്. ഇവിടെ ഏതാണ്ട് 48%, ഏതാണ്ട് പകുതിയോളം ആളുകൾ ഇവിടെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. രാവിലെ മുതൽ വലിയ തിരക്കുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കണ്ണാടിയിലും മാത്തൂരിലും അതുപോലെ തന്നെ പിരായിലുമൊക്കെ ഗ്രാമീണ മേഖലകളിൽ നല്ല പോളിംഗ് രാവിലെ മുതലുണ്ട്. വലിയ തിരക്കുണ്ട്. ഈ ബൂത്തിലും നേരത്തെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നുണ്ട്. ഇപ്പോഴാണ് കൃത്യം ഉച്ച സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തിരക്ക് കുറഞ്ഞതാകാം. ഏതായാലും ഗ്രാമീണ മേഖലയിൽ നല്ല പോളിംഗ് ഉണ്ട്. നമുക്ക് സജിത്ത് സൂചിപ്പിച്ച പോലെ നഗരമേഖലകൾ BJPക്ക് സ്വാധീനമുള്ളതാണ്. ഗ്രാമീണ മേഖല വരുമ്പോൾ അത് CPM-നും UDF-നും കോൺഗ്രസിനും ഏതാണ്ട് തുല്യ സാധ്യതകൾ എല്ലാ പഞ്ചായത്തുകളിലും ഉള്ളതുമാണ്. കണ്ണാടി CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും CPM-ന് നേരിയ ഭൂരിപക്ഷമെങ്കിലും നൽകിയ പഞ്ചായത്താണ്. മാത്തൂരിലും അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ അവിടെയും ഇരുവർക്കും തുല്യ സ്വാധീനം. പിരായിരിയിൽ കുറച്ചുകൂടി UDF-ന് സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷെ ഞാൻ രാവിലെ പോയ സ്ഥലത്തൊക്കെ LDF-ന്റെ CPI-യുടെ വാർഡ് പഞ്ചായത്ത് അംഗമുള്ള ബൂത്തുകൾ, അവിടെയും വലിയ തിരക്കായിരുന്നു. പിരായിരിൽ മൊത്തത്തിൽ വലിയ തിരക്കുണ്ട്. ന്യൂനപക്ഷ മേഖലയാണ്, ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള മേഖലയാണ്. അവിടെയും ഒക്കെ തിരക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു സൂചകമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട ചില ഘടകങ്ങളായി ഇതിനെയൊക്കെ കാണണം. ഇപ്പോഴത്തെ ഈ ഗ്രാമീണ മേഖലകളിലെ തിരക്കും നഗര കേന്ദ്രീകൃത മേഖലകളിലെ പൊതുവിലുള്ള ഈ പോളിംഗിലുള്ള മന്ദഗതിയുമൊക്കെ. യെസ്, അതാണ് അരുൺ നൽകുന്നത്. എങ്കിൽ ഇനി നമുക്ക് ശ്രീജിത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. യാക്കരയിലാണ് ശ്രീജിത്ത് നിൽക്കുന്നത്. നേരത്തെ ശ്രീജിത്ത് നിന്നിടത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ 3 മണിക്കൂറൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം പലർക്കും കഴിഞ്ഞ വാർത്തയിൽ ശ്രീജിത്തിനോട് 10:30 എത്തിയ ആണ് ഇപ്പോൾ വോട്ട് ചെയ്തിറങ്ങിയുള്ളൂ. 10 മണിന്ന് എത്തിയവരും പറയുന്നുണ്ട്. ശ്രീജിത്ത്, ആ വിഷയങ്ങളൊക്കെ മാറിയോ? അതോ ഇപ്പോഴും ആ മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് നടക്കുന്നതെന്നാണോ?
ആ ബൂത്തിൽ അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ് വിവരം. പറഞ്ഞ അല്പസമയം മുമ്പാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ നിന്ന് നമ്മൾ മാറി ഇപ്പോൾ നഗരമേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് യാക്കര GUP സ്കൂളിലെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 56-ാം നമ്പർ ബൂത്താണ്, അതായത് നഗരസഭാ പ്രദേശമാണ്. ഇവിടെ വലിയ തിരക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നീണ്ട നിരയുണ്ട് വോട്ടർമാരുടെ. ഇവിടെ പക്ഷേ ഈ സ്കൂളിൽ ഏതാണ്ട് 5 ബൂത്തോളം ഉണ്ട്. പക്ഷേ എല്ലാ ബൂത്തിലും അത്രത്തോളം തിരക്ക്. രാവിലെ കുറെ അപ്പുറത്തൊക്കെ വന്നു പോയല്ലേ? രാവിലെ ഇവിടെ നല്ല തിരക്കായിരുന്നു. രാവിലെ മാക്സിമം നല്ലൊരു ശതമാനം ഇപ്പോൾ ഇവിടെ തന്നെ വോട്ടിംഗ് കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഇതുണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 100-ാം ബൂത്തും 101-ാം ബൂത്തും പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഇപ്പൊ അതിപ്പോ ഏകദേശം നല്ല ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. കുറെ നേരമായോ വന്നിട്ട്? കുറെ നേരമായോ? അതെ. ഒരു സ്ലോ ഉണ്ടോ ഇവിടെ, അതോ നോർമലി പോകുന്നുണ്ടോ? സ്ലോ ഉണ്ട്, പക്ഷെ അത് സ്വാഭാവികമാണെന്ന് തോന്നുന്നു. എത്ര സമയം, എപ്പോഴാണ് എത്തിയത്? ഒരു ഹാഫ് ആൻ അവർ. അമ്മ കുറെ നേരമായോ വന്നിട്ട്? തിരക്ക് ബുദ്ധിമുട്ടുണ്ട്, തിരക്കിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇവിടെ വലിയൊരു നിരയുണ്ട്, വോട്ടർമാരുടെ വലിയ നിരയുണ്ട്. നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ പക്ഷേ തൊട്ടടുത്ത ബൂത്തുകളിൽ അത്രത്തോളം ആളുകളില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. 5 ബൂത്തുകൾ ഉള്ള ഭാഗമാണ് യാക്കര. അത് അപ്പുറത്തൊരു ബൂത്തുണ്ട്, അവിടെ ആരും വോട്ട് ചെയ്യാനില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് സമ്മിശ്രമാണ്. പല ബൂത്തുകളിൽ ഒരേ മേഖലയിൽ തന്നെ പല ബൂത്തുകളുടെ അവസ്ഥ പലതാണ് എന്ന് തന്നെ നമ്മൾ രാവിലെ മുതൽ തന്നെ കാണാൻ സാധിച്ചതാണ്. അത് ഒരു പരിധിവരെ നമുക്കൊരു അന്തിമമായ വിലയിരുത്തൽ നടത്താൻ കഴിയില്ലെങ്കിലും അതിന് ഒരു പരിധിവരെ ചില ബൂത്തുകളുടെ വേഗത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ എന്ന് സംശയിക്കേണ്ടി മാത്രം വരികയാണ്. കാരണം ഒരേ സ്ഥലത്തുള്ള പല ബൂത്തുകളിൽ പല വേഗതയാണ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ ബൂത്തിൽ ഇപ്പോൾ ആളില്ല എന്ന് തന്നെ പറയുകയാണ്. എന്തായാലും വലിയ തിരക്ക് പൊതുവെ ചിലയിടങ്ങളിൽ അനുഭവപ്പെടുന്നതൊക്കെ അവിടെ അല്പം വേഗത കുറവാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. യെസ്, എന്തായാലും പോളിംഗ് ശതമാനം 40-ലേക്ക് അടുക്കുകയാണ്. അപർണ 38.47 എന്നതാണ് ഏറ്റവും ഒടുവിൽ 1 മണി ആകുമ്പോൾ 1:05 ആകുമ്പോഴുള്ള ഔദ്യോഗികമായ ഒരു കണക്ക്. 1,94,706 വോട്ടർമാർ ഉള്ള പാലക്കാട്ട് ഏതാണ്ട് 74,000-ലധികം ആളുകൾ വോട്ട് ചെയ്യുന്നു. 74,912 എന്നതാണ് എക്സാക്ട് കണക്ക്. എന്തായാലും 38.47 എന്ന നിലയിലേക്ക് ആദ്യത്തെ 6 മണിക്കൂറുകളിൽ വോട്ടിംഗ് നില ഉയരുകയാണ്. ഇനി 5 മണിക്കൂറുകൾ കൂടിയാണ് വോട്ട് ചെയ്യാൻ വോട്ടർമാർക്ക് സമയം ശേഷിക്കുന്നത്. എവിടെയൊക്കെയാണ് ഈ പോളിംഗ് ശതമാനം കുറയുന്നത് എന്നുള്ള ഒരു വിഷയമുണ്ട്. അതായത് പാലക്കാട് നഗരസഭ സംബന്ധിച്ചിടത്തോളം BJPക്ക് കൂടുതൽ, കഴിഞ്ഞ തവണയൊക്കെ 6,239 വോട്ടിന്റെ ലീഡൊക്കെയാണ് ഈ ശ്രീധരൻ നേടിയത്. അന്ന് പിരായിരി പഞ്ചായത്തിൽ അവിടെ ഈ ഏകദേശം അത്രയും തന്നെ 6,000 വോട്ടിന്റെ ഒരു ലീഡ് കൊണ്ട് ഷാഫി അതിനെ മറികടക്കുന്ന സാഹചര്യം, അത് UDF-ന്. അതേസമയം കണ്ണാടിയിലും മാത്തൂരും ഇടതുപക്ഷമാണ് ഒന്നാമത്തേത്. ഇപ്പോൾ കണ്ണാടിയിലൊക്കെ ഈ പോളിംഗ് കാണുമ്പോഴും അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമ്പരാഗത വോട്ടുകളാണെന്ന് അവകാശപ്പെടാവുന്ന ഒരു വിഷയമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നഗരസഭയിൽ BJPയുടെ ലീഡ് അത് 497 വോട്ട് മാത്രമായിട്ട് കുറഞ്ഞു. അപ്പോൾ പിരായിരിയിൽ കോൺഗ്രസിന്റെ ലീഡ് അപ്പോഴും കൂടി. ഇന്ന് കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് വ്യത്യാസമായ ഒരു 6,388 ആ രീതിയിൽ കൂടി. മാത്തൂരിലും കണ്ണാടിയിലൊക്കെ ഇടതുപക്ഷം മുന്നിൽ നിൽക്കുകയും ചെയ്തു. UDF 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. അതായത് എവിടെയെല്ലാമാണ് ഈ പോളിംഗ് ശതമാനം കൂടിയത് എന്നുള്ളതും മുന്നണികൾക്ക് അതൊരു കൃത്യമായിട്ടുള്ള കണക്കാണ്. നമ്മൾ ഈ നോക്കുന്ന പോലെ എല്ലായിടത്തും ഒരേപോലെ അല്ലെങ്കിൽ പോലും ആ കണക്കുകൾ പല മുന്നണികളെയും പല തരത്തിലാണ് ബാധിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും നഗരസഭയിൽ മാത്രമല്ല ഗ്രാമപഞ്ചായത്തിലൊക്കെ പരമാവധി വോട്ട് BJPക്ക് സമാഹരിക്കാൻ വേണ്ടി RSS ഒക്കെ വലിയ തരത്തിലുള്ള പ്രചാരണമൊക്കെ അന്ന് നടത്തിയതാണ്. ഏതായാലും പാലക്കാട് പലപ്പോഴും ഈ 16 തവണയാണ് ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അവിടെ 11 തവണയും UDF-നെ പിന്തുണച്ച മണ്ഡലമാണ്. പക്ഷേ BJPയുടെ ഒരു വളർച്ച, അതായത് ക്രമാനുഗതമായ വളർച്ചയാണ്. BJP ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നു എന്നതാണ്. അതിൽ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ഈ ശ്രീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോഴായിരുന്നു. കഴിഞ്ഞ തവണ ഏറ്റവും അവസാന ലാപ്പിൽ വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിലാണ് അതിനെ മറികടന്നത്. അതാണ് ഞാൻ പറയുന്നത്, നഗരസഭയിൽ വോട്ട് ശതമാനം BJPക്ക് കുറഞ്ഞൊരു സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ അവിടെയാണ് ഈ പോളിംഗ് ശതമാനവും കുറഞ്ഞിരിക്കുന്നത് ഇത്തവണ. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു ടെൻഡൻസി അല്ല. ലോക്സഭയും നിയമസഭയും തമ്മിൽ കമ്പാരിസൺ വേണ്ട എന്നാണ് പൊതുവെ അതിപ്പോൾ എല്ലാ മുന്നണികളും അവകാശപ്പെടുന്നതാണ്. ലോക്സഭ എന്നത് മറ്റൊരു സ്വഭാവത്തോടു കൂടിയാണ്. പക്ഷേ ഈ റൂറൽ ഏരിയയിൽ അപ്പം അത് UDF-ന് മേൽക്കൈയുള്ള പിരായിരി അടക്കമുള്ള റൂറൽ ഏരിയയിൽ പോളിംഗ് ശതമാനം ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള മാത്തൂർ
മാത്തൂര്, കണ്ണാടി പോലെയുള്ള സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനം മുന്നിട്ട് നിൽക്കുന്നു. അതായത് BJP ഹോൾഡ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ഈ കണക്കൊക്കെ എങ്ങനെയാണ് വരുന്നത്? അവിടെ പക്ഷേ അതാണ് സജിത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അങ്ങനെ BJPക്ക് മേൽക്കൈ നേടാമെന്ന് പറയുന്ന നഗരസഭാ മേഖലകളിൽ അവരുടെ വോട്ടുകളാണ് ആണോ എന്നുള്ളതിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. യെസ്, എന്തായാലും വോട്ടിംഗ് ശതമാനം വീണ്ടും കൂടുന്നു. 40 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 1.4-നുള്ള കണക്ക് പുറത്തു വരുമ്പോൾ 40.85 എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. 79,548 പേർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ 40% എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു. പുരുഷ വോട്ടർമാർ 42% വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 39,725. അത്ര തന്നെ സ്ത്രീ വോട്ടർമാര് 39,822. അതായത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തു. അതെ, തത്തുല്യമായിട്ട് അതിനെ പൊക്കൊണ്ടിരിക്കുന്നു. ശതമാന കണക്കിലെ വ്യത്യാസം. TG സൈത്ത് കൂടി നമുക്ക് ഒരിക്കൽ കൂടി ചെല്ലുമ്പോൾ, സൈത്ത്, ഈ പറഞ്ഞ ഒരു ശതമാന കണക്കുകൾ ഉണ്ടല്ലോ. BJPക്ക് സ്വാധീനമുള്ള നഗരസഭയിൽ പോളിംഗ് കുറയുക, UDFന് സ്വാധീനമുള്ള പിരായിരി അടക്കമുള്ള പഞ്ചായത്തുകളിൽ പോളിംഗ് ശതമാനം നിൽക്കുക, LDFന് മുൻതൂക്കമുള്ള കണ്ണാടി, മാത്തൂരും ഒക്കെ അങ്ങനെ ഒരു നിരാശാപരമായ കണക്കല്ല. ഇതിപ്പോ ഈ 1 മണി വരെയും ആ ഒരു ട്രെൻഡാണ് തുടരുന്നത്. ആ തരത്തിൽ വേണമോ ഈ വ്യത്യസ്തമായിട്ടുള്ള പോളിംഗ് ശതമാനങ്ങൾ പലയിടത്തുനിന്ന് വരുമ്പോൾ അങ്ങനെ കണക്കാക്കണോ? അപർണ, അഭിലാഷ്, ഈ ഗ്രാമനഗര വ്യത്യാസം പോളിംഗ് ശതമാനത്തിൽ ഒരു വ്യത്യസ്തത പ്രകടിപ്പിക്കുന്നുണ്ട്. അത് രാവിലെ മുതലുണ്ട്, അത് പ്രകടമാണ്. വരുന്ന മണിക്കൂറുകളിലും അത് അങ്ങനെ തുടരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പാലക്കാടിന്റെ നഗരമേഖലകളുടെ പോളിംഗ് ശതമാനമായിരിക്കില്ല ഗ്രാമീണ മേഖലകളിൽ എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഒപ്പം ഇത് ആർക്ക് തുണയാകും, ആർക്ക് തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തൽ നമുക്ക് വേഗത്തിൽ അങ്ങ് നടത്താനും കഴിയില്ല. കാരണം ഏതൊക്കെ മേഖലയിലാണ് പോളിംഗ് കുറഞ്ഞത് എങ്കിൽ അത് നമുക്ക് പ്രത്യേകം പരിശോധിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു വിലയിരുത്തൽ, ഒരു പ്രസ്താവന നടത്തുന്നത് ഉചിതമല്ല. വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അത് ഉചിതമല്ല എന്ന് തോന്നുന്നു. അതിനപ്പുറം മറ്റൊരു ഘടകത്തിലൂടെ വരുമ്പോൾ 70% ലഭിച്ചാൽ അത് ഭേദപ്പെട്ട പോളിംഗ് ആകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം 75% കഴിഞ്ഞ തവണ പോളിംഗ് നടന്നിടത്താണ് ഇത്തവണ അതിശക്തമായ ത്രികോണ മത്സരവും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോരും നമ്മൾ കണ്ടത്. 13-ന് നടക്കേണ്ട വോട്ടെടുപ്പ് 20-ലേക്ക് നീളുന്ന സാഹചര്യം പോലും ചെയ്തപ്പോൾ തുടർച്ചയായി ലഭിച്ചത് 7 ദിവസം കൂടെ അധിക 7 ദിവസമാണ് പ്രചരണത്തിൽ ലഭിച്ചത്. അപ്പം ആ തരത്തിലുള്ള പ്രചരണ ദിവസങ്ങളും മാറിമറിയുന്ന സങ്കീർണ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കിടയിലും ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഇന്നത്തെ പോളിംഗ് ശതമാനം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം നമുക്ക് മുന്നിൽ നൽകുന്നുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികളും മറ്റും മുന്നോട്ട് വെച്ച വിവാദ വിഷയങ്ങളെ ജനം ഏറ്റെടുത്തോ എന്നൊരു സൂചന ആ പോളിംഗ് ശതമാനത്തിൽ പ്രകടമാവുന്നുണ്ട്. അത് നമുക്ക് അന്തിമമാക്കണമെങ്കിൽ എന്തായാലും പോളിംഗ് കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അതായത് 75% അതിന് മുകളിലേക്കോ പോളിംഗ് ശതമാനം എത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകൾക്കൊപ്പം ജനം അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ അതിന് ഘടകമാക്കിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പാർട്ടികളുടെ ആവശ്യത്തിനൊപ്പം, സ്ഥാനാർത്ഥികളുടെ ആവശ്യത്തിനൊപ്പം ജനം നിന്നിട്ടില്ല എന്ന് നമുക്ക് ഒരു പരിധിവരെങ്കിലും അങ്ങനെയെങ്കിലും വിലയിരുത്തേണ്ടി വരും. പക്ഷേ ആ കണക്കെടുപ്പിന് സമയമായിട്ടില്ല, നമുക്ക് അല്പം കൂടെ കാത്തിരിക്കേണ്ടി വരും. അതേസമയം 70% പോളിംഗ് എങ്കിലും ഉണ്ടായാൽ ഭേദപ്പെട്ടതെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ ആ 70%ലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇനിയുള്ള മണിക്കൂറുകൾ നടക്കേണ്ടത്. നിലവിലെ സൂചനകൾ പ്രകാരം ഈ പോളിംഗ് പെർസെന്റേജിൽ പോയാൽ 70%ലേക്ക് എത്താൻ സാധ്യത കുറവ്. അത് രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവെക്കുന്ന ഒരു വികാരമാണ്. പക്ഷേ വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. അത് വേഗത്തിൽ പോളിംഗ് നടക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ കൂട്ടത്തോടെ പോളിംഗ് നടന്നേക്കാം. അത് കാലാവസ്ഥ അനുകൂലമാവുകയും മറ്റ് തൊഴിൽ സാഹചര്യങ്ങൾ മാറി വരികയും ചെയ്യുമ്പോൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ അവസാന മണിക്കൂറിൽ ഒരുപക്ഷെ നീണ്ട ക്യൂ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ കാണാനുള്ള സാധ്യതയുമുണ്ട്. ശരി, അതാണ് വോട്ടർമാർ എന്താണ് ഉറപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കില്ല. അരുൺ, ഇത്തരത്തിലൊരു ഈ മുന്നണികൾക്കൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? അതായത് ആദ്യത്തെ 5-6 മണിക്കൂറുകൾ കഴിയുകയാണ്, ഇപ്പോഴും 40% മാത്രമാണ് പോളിംഗ് ശതമാനം എത്തി നിൽക്കുന്നത്. പല ബൂത്തുകളിലുമൊക്കെ വോട്ടർമാരെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് വോട്ടർമാരുടെ ഒരു തള്ളിച്ച എന്നതിനപ്പുറത്തുണ്ടാകുന്ന ഒരു കാലതാമസം, വോട്ടിംഗ് പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലതാമസം എന്നൊക്കെ പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ അവരവരുടെ പ്രതീക്ഷാ കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ആശങ്ക അത് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടോ അരുൺ? അതോടൊപ്പം തന്നെ ഞാനൊന്നുകൂടെ ചോദിക്കുന്നത്, ഈ കണ്ണാടിയിലാണ് അരുൺ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണാടി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ പോളിംഗ് ശതമാനം കുറയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇടതുമുന്നണിക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നുണ്ടോ? ആ പോളിംഗ് ശതമാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടും കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെയൊക്കെ വിലയിരുത്തണോ?
തീർച്ചയായിട്ടും പ്രത്യക്ഷത്തിൽ അങ്ങനെ വിലയിരുത്തേണ്ടി വരും. കാരണം ഇടതുമുന്നണിക്ക് പ്രതീക്ഷയുള്ള പഞ്ചായത്ത് തന്നെയാണ് കണ്ണാടി. ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള പഞ്ചായത്ത് തന്നെയാണ്, അവർ ഭരിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ്. പക്ഷേ ഇത്തവണ ബിജെപിയുടെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമായിരുന്നു. ഞങ്ങൾ നഗരമേഖലകളിൽ 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടും. മാത്തൂരും കണ്ണാടിയും ലീഡ് ഞങ്ങൾ ഒന്നാമതെത്തും. അതായത് നഗരമേഖലകളിൽ 10,000-ലേറെ വോട്ട് നഗരസഭാ പരിധിയിൽ കിട്ടുന്നതിന് പുറമെ മാത്തൂരും കണ്ണാടിയും പിടിച്ചെടുക്കുമെന്നാണ് കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. വിചിത്രമെന്ന് തോന്നാമെങ്കിലും ഒരുപക്ഷെ ഈ കണ്ണാടിയിലൊക്കെ BJPയുടെ വളർച്ച അത്ര മോശമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പൊക്കെ വോട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന ഒരുപക്ഷെ അമിത ആത്മവിശ്വാസമൊക്കെ ആകാം. എങ്കിലും BJPയുടെ പ്രതീക്ഷ വയ്ക്കുന്നു. UDF ആകട്ടെ ഇത്തവണ എല്ലാ മേഖലകളിലും, അതായത് നഗര ഗ്രാമീണ മേഖലകളിൽ ഒരുപോലെ മുന്നേറാമെന്ന പ്രതീക്ഷ അവരും പങ്കുവയ്ക്കുന്നു. പ്രത്യക്ഷത്തിൽ നമുക്കിത്